വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തെ ചിന്തയ്ക്കായ ഒരു ദൈവത്തിന് ഭാഗം വായിക്കുന്നു. ലേവ്യ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. യാഗപീഠത്തിന് തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതൻ ഉഷസ് തോറും അതിമേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിമീതെ സമാധാനയാഗങ്ങളുടെ മേധസ് ദഹിപ്പിക്കണം. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവഴുത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ചിന്തിക്കുന്ന ദൈവത്തിനെന്ന് പറയുന്നത്, പുരോഹിതൻ ഉഷസ് തോറും അതിമേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മേതെ സമാധാനയാഗങ്ങളുടെ മേധസ് ദഹിപ്പിക്കണം എന്നുള്ള. എപ്പോഴും വിറക് അടുക്കി വെക്കുക പുരോഹിതന്റെ ഒരു ജോലിയാണ്. പഴയ നിയമത്തിൽ പുരോഹിതന്മാർക്ക് ശക്തമായ ജോലി, ശക്തമായ ശുശ്രൂഷ, അവർക്ക് ഒരുപാട് ദൗത്യങ്ങൾ ചെയ്യണമായിരുന്നു. പുരോഹിതൻ ഒരിക്കലും ഒഴിഞ്ഞിരിക്കാൻ കഴിയില്ല. ദൈവത്തിന് നാം കൊടുക്കുന്ന യാഗത്തിൽ അത് എത്ര പൂർണ്ണതയിൽ കൊടുക്കണമോ അത്രമാത്രം പൂർണ്ണതയിൽ കൊടുക്കണം എന്നുള്ളതാണ് പഴയ നിയമത്തിൽ നിന്ന് നാം ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് പുതിയ നിയമത്തോട് അനുബന്ധമായി പഠിക്കാൻ കഴിയുന്നേ. ലേവിയ പുരോഹിതന്റെ ദൗത്യം, പുരോഹിതന്റെ ശുശ്രൂഷ, പുരോഹിതന്റെ ജോലി, അതിൽ ഒരിക്കലും ഉദാസീനത കാണിക്കാൻ പാടില്ല എന്നാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. അപ്പൊ എപ്പോഴും യാഗപീഠത്തിന് വിറക് വെച്ച് തീ കെട്ടുപോകാതെ അത് കത്തിക്കൊണ്ടിരിക്കണം. കാരണം ഈ തീ അണയാൻ പാടില്ല. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയായിട്ട് പലപ്പോഴും പല ശുശ്രൂഷകൾ നാം വായിക്കുകയും പഠിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴും പുരോഹിതന്മാരുടെ അലസത നമുക്ക് കാണാൻ കഴിയും. ഈ പുരോഹിതന്മാർ എന്ന് നമ്മൾ പറയുമ്പോൾ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് വേർതിരിച്ചവർ മാത്രമേ അത് ചെയ്യാവുള്ളൂ എന്നുള്ളതല്ല, എന്നാൽ അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും പുരോഹിതന്മാരാണ്, രാജകീയ പുരോഹിത വർഗം. അപ്പം ദൈവം നമ്മെ രാജകീയ പുരോഹിത വർഗമായി തെരഞ്ഞെടുത്തിരിക്കൊണ്ട് നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾക്കകത്ത് അലസത വരാതെ നാം വളരെ കൃത്യനിഷ്ഠയോടെ ആ ശുശ്രൂഷ ചെയ്യണം. ദൈവത്തിന്റെ പ്രസാദം വരുന്ന വിധി ചെയ്യണം. നാം ചെയ്യുന്ന ശുശ്രൂഷകൾക്കകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടണം. അതുകൊണ്ടാണ് ദൈവജനം, ദൈവമക്കൾ, പുരോഹിതന്മാർ, രാജകീയ പുരോഹിത വർഗം ഉദാസീനത കൂടാതെ ശുശ്രൂഷ ചെയ്യണമെന്ന് പറയുന്നത്. ഉദാസീനതയോടെ ശുശ്രൂഷ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നമ്മൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകമൊക്കെ വായിക്കുന്നുണ്ട്, യഹോവയുടെ പ്രവൃത്തികൾ ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. അപ്പൊ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾക്കകത്ത് നമുക്കുള്ള ആ വലിയ പങ്ക് നാം മനസ്സിലാക്കിയിട്ട്, എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, നമ്മളാൽ ആവോളം കർത്താവിന് വേണ്ടി പൂർണ്ണതയുള്ള ശുശ്രൂഷ ചെയ്യണം, രക്തം ചെയ്യണം. ഇവിടെ ഹോമയാഗം രാത്രി മുഴുവൻ യാഗപീഠത്തിന്മേൽ ദഹിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നതും യേശുക്രിസ്തു നിവർത്തിയാക്കുവാൻ വന്ന വേല പരിപൂർണമായി നിവർത്തിക്കുകയും അവൻ സ്വർഗാരോഹണം ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നുകൂടെ നമ്മൾ ചിന്തിച്ചു പോയി. ഹോമയാഗം രാത്രി മുഴുവൻ യാഗപീഠത്തിൽ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന തന്നിൽ പരിപൂർണമായിട്ടുള്ള ശുശ്രൂഷ തന്നിൽ ഏൽപ്പിച്ച് തന്റെ ദൗത്യം പരിപൂർണമായി ചെയ്തു. ഈ രണ്ട് ഭാഗം നമുക്ക് പഠിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, കർത്താവായ യേശു ക്രിസ്തു തന്നിലുണ്ടായിരുന്ന ദൗത്യം പരിപൂർണമായി അത് ചെയ്തതുപോലെ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ഹോമയാഗത്തിൽ എപ്പോഴും തീ കത്തിക്കൊണ്ടിരുന്ന പോലെ നിങ്ങളുടെ ശുശ്രൂഷ പരിപൂർണമായി നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യണം. ഹല്ലേലൂയ. എന്നിട്ട് നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ഹല്ലേലൂയ തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ മധ്യാകാശത്തിൽ വെളിപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പുരോഹിത ശുശ്രൂഷയ്ക്കകത്ത് നമ്മളിൽ തന്നെ ഈ തീ കെട്ടുപോകാതെ നമ്മളതിനെ കാത്തു സൂക്ഷിക്കണം. തീ കെട്ടുപോയാൽ
പിന്നെ അന്യാഗ്നി അവിടെ വെളിപ്പെടും എന്നുള്ളതാണ്. പ്രൈസലോ. അപ്പൊ പുരോഹിതന്റെ ദൗത്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ രാജകീയ പുരോഹിത വർഗമായി തെരഞ്ഞെടുത്തിരിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനം, വേദപുസ്തകം പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗം എന്നാണ് 1 പത്രോസ് ലേഖനം 2:9 വായിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ രാജകീയ പുരോഹിത വർഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവജനം ഉഷസ്സിൽ സമാഗമന കൂടാരത്തിൽ ജോലി ചെയ്യുവാനായി വരുന്ന പുരോഹിതന്മാർ തന്റെ പ്രഥമ ജോലിയിൽ യാഗപീഠത്തിന്മേൽ വിറകിനെ അടുക്കി തീ കത്തിക്കണമെന്നായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ സമാഗമന കൂടാരത്തിൽ ഹല്ലേലൂയ ജോലി ചെയ്യാൻ വരുന്ന പുരോഹിതന്മാർ യാഗപീഠത്തിന് വിറകടുക്കി വെച്ച് എപ്പോഴും തീ കത്തിക്കണം. അത്ര ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ് അന്ന് പുരോഹിത വർഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിലെ ശുശ്രൂഷ നമുക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന തീ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി കിട്ടുപോകാതെ, പ്രൈസലോ, ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മൾ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന സ്തുതി സ്തോത്ര യാഗങ്ങൾ ദൈവത്തിന് പ്രസാദകരമാകുള്ളൂ. പ്രൈസലോ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. പ്രൈസലോ. അപ്പൊ രാത്രി വരുന്ന പുരോഹിതന്മാരും പകൽ വരുന്ന പുരോഹിതന്മാരും ആ കാലഘട്ടത്തിലുണ്ട്. ഹല്ലേലൂയ. അപ്പൊ രാത്രി വരുന്ന പുരോഹിതന്മാർ തുടർന്ന് വിറകടുക്കി തീ കിട്ടുപോകാതെ കത്തിച്ചുകൊണ്ടിരിക്കണം. രാവിലെ വരുന്ന പുരോഹിതന്മാർ വിറകടുക്കി തീ കിട്ടുപോകാതെ കത്തിക്കണം. അപ്പം പകലത്തെ ശുശ്രൂഷകര് രാത്രി വരുന്ന അല്ലെങ്കിൽ പുരോഹിതന്മാർ വിറകടുക്കി തീ കത്തിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അപ്പം രാത്രിയും പകലും മാറി മാറി ഈ ജോലി തുടരണമെന്നായിരുന്നു അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ വ്യവസ്ഥ. പുരോഹിതന്മാർക്ക് വിശ്രമിക്കാൻ സമയമില്ല, അവർക്ക് ഉറങ്ങുവാൻ സമയമില്ല, അലസനായി നടക്കാൻ സമയമില്ല, ഉദാസീനതയൊടിക്കാൻ സമയമില്ല, ലോകകാര്യങ്ങളിൽ ഇടപെടാൻ സമയമില്ല. ഇന്നത്തെ കാര്യം പറഞ്ഞവരെ തീ കെട്ടുപോകാതെ അല്ലെങ്കിൽ ഹോമയാഗത്തിന്മേൽ അല്ലെങ്കിൽ സ്തോത്രം വിറകടുക്കി വെച്ച് അതെപ്പോഴും കത്തിച്ചുകൊണ്ടിരിക്കണം. വലിയ ദൗത്യം. പ്രൈസ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, കർത്താവ് നിങ്ങളെ രാജകീയ പുരോഹിത വർഗമായി തെരഞ്ഞെടുത്ത് ഭൂമിയിൽ വെച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി ഹല്ലേലൂയ നിങ്ങൾ കർത്താവിന് വേണ്ടി ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം, രക്തം ചെയ്യണം. അപ്പൊ ഇപ്രകാരം രാത്രിയും പകലും 24 മണിക്കൂറും പുരോഹിതന്മാർ തീ കത്തിച്ചു കൊണ്ടിരുന്നു ആ കാലഘട്ടത്തിൽ. ഹല്ലേലൂയ. നമുക്കാണ് ഇന്ന് 100 വിധ ആവശ്യങ്ങളാണ്. ഇന്ന് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, അവിടെ യാത്രയുണ്ട്, ഇവിടെ യാത്രയുണ്ട്, ഒഴിച്ചുകൂടാനാവാത്ത ഒരുപാട് പരിപാടികളുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ അന്നത്തെ പുരോഹിതന്മാർക്ക് അത് പറയാൻ പാടില്ല. ഹല്ലേലൂയ. അന്നുള്ള പുരോഹിതന്മാർ ഒരിക്കലും വിദേശ രാജ്യങ്ങൾക്കും ഗൾഫ് രാജ്യങ്ങൾക്കും പോകാൻ തയ്യാറായിരിക്കുകയല്ല. 6 മാസത്തെ ശുശ്രൂഷ അല്ലെങ്കിൽ 3 മാസത്തെ ഒരു വിസ കിട്ടിയതെങ്കിൽ ഒന്ന് പോയേക്കാരുത് എന്നുള്ള ചിന്തയിലല്ല അന്നത്തെ പുരോഹിതന്മാർ. അവർ രാവിലെ വരുന്ന പുരോഹിതനും വൈകിട്ട് വരുന്ന പുരോഹിതനും ഹോമയാഗത്തിന്മേലുള്ള വിറക് കെട്ടുപോകാതെ വിറക് അടുക്കി വെച്ച് കത്തിക്കുക. അവർക്ക് എങ്ങോട്ട് പോകാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവി, എത്രയോ സഭയാണെന്ന് നാഥനില്ല കളരിയായി മാറിയിരിക്കുന്നത്. ഇന്ന് പല സഭകളും നാഥനില്ല കളരിയാണ്. കാരണം സഭയുടെ ഇടയന്മാർക്ക് സഭയ്ക്കകത്ത് ശുശ്രൂഷിപ്പാൻ സമയമില്ലാതെ അവർ ലോകപരമായ അനുഭവത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് അവർ ഇന്ന് വിദേശ രാജ്യങ്ങൾ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അല്ലേ ഇരിക്കുക. സഭയുടെ ശുശ്രൂഷ എന്തിലൂടെ റിപ്പോർട്ട്. ഇന്നത്തെ പല സഭയിലും ശുശ്രൂഷ ചെയ്യുന്ന ചിലത്ത് സഭയിലെ പ്രതിപുരുഷന്മാരും സഭയിലെ സെക്രട്ടറിയൊക്കെയാണ്. ലേലിയ അങ്ങനെയുള്ള സഭകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എന്നാൽ പുരോഹിതന്റെ ജോലി എന്താണ്? രാവിലെയും പകലും ഹോമയാഗപീഠത്തിനുള്ള അതിന്റെ വിറകടുക്കി തീ കെട്ടുപോകാതെ കത്തിക്കണം. അപ്പൊ ഇന്നത്തെ പുരോഹിതന്മാർക്ക് സഭയിൽ ഇരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട്
സഭയുടെ അകത്ത് അന്യാഗ്നി വെളിപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. വരുന്നവരെല്ലാം തന്നിഷ്ടം ചെയ്യുക. അപ്പം വളരെ ജീവിത വിശുദ്ധിയോടുകൂടി ചെയ്യേണ്ട ശുശ്രൂഷയാണ് പുരോഹിത ശുശ്രൂഷ. ഹല്ലേലൂയ. അപ്പം പുരോഹിതന്മാർക്ക് ഉറങ്ങുവാനോ വിശ്രമിക്കുവാനോ അന്ന് സാധ്യമല്ലായിരുന്നു പഴയ നിയമകാലഘട്ടത്തിൽ. കാരണം തീ കെടാതെ അവരുടെ കണ്ണ് പറിക്കാതെ ഹോമയാഗത്തിന്മേൽ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ യാഗപീഠത്തിലുള്ള തീ ഒരു നിമിഷം പോലും ശ്രദ്ധിക്കാതിരുന്നാൽ അത് അണഞ്ഞു പോകും എന്ന ഉള്ള പ്രമാണം അവരതിനെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആകയാൽ അതീവ ജാഗ്രതയോടെ ഉണർവോടെ അവർ കാണപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ കാലഘട്ടത്തിലെ പുരോഹിത ശുശ്രൂഷ വില കൊടുത്ത് ചെയ്ത ശുശ്രൂഷയാണ്. വചനത്തിന് അധിഷ്ഠിതമായി നിന്ന പ്രമാണം അനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും ചെയ്ത ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ പോലെയല്ല. ഇന്നത്തെ ശുശ്രൂഷകൾക്കകത്ത് ജീവിതവുമില്ല, വിശുദ്ധിയില്ല, വേർപാടുമില്ല, ഉപദേശവുമില്ല. ഇന്നത്തെ ശുശ്രൂഷ, ഇന്നത്തെ പുരോഹിത വർഗം മുഴുവൻ ദിവ്യാഗ്രഹത്തിൽ വീണുപോയി. ഇന്ന് ദിവ്യാഗ്രഹമാണ്. സഭയ്ക്കകത്ത് സത്യസന്ധമായി വിശുദ്ധിയുടെ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കാൻ ഭയമായി മാറി. വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കാൻ അവർക്ക് ആശങ്കയായി മാറി. കാരണം വിശുദ്ധിയെക്കുറിച്ച് സംസാരിച്ചാൽ പലരും സഭയിൽ വരില്ല. വിശുദ്ധിയെക്കുറിച്ച് സംസാരിച്ചാൽ പലരുടെയും മുഖത്ത് വാട്ടമുണ്ടാകും. വിശുദ്ധിയെക്കുറിച്ച് സംസാരിച്ചാൽ പലരും നെടുപിരി കൊള്ളാൻ തുടങ്ങും. പലരും ഇരുന്ന് ഉറങ്ങിപ്പോകും. ചിലർ എഴുന്നേറ്റ് പോകും. നാഥനില്ല, കളരി പോലെ സഭയായി. എന്നെ കേൾക്കുന്ന സ്നേഹസ്രോതാവെ, അല്പകാലം മാത്രമേ ശുശ്രൂഷ ചെയ്തുള്ളെങ്കിലും, ഹാബേലിനെ പോലെ ഒറ്റ ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞുള്ളെങ്കിലും അത് വിശുദ്ധിയിൽ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. പുരോഹിതന്മാർക്ക് രാത്രിയും പകലും കിടന്നുറങ്ങാതെ, ഉറങ്ങ സമയമില്ലാതെ, ഹോമയാഗപീഠത്തിന്മേൽ വിറക് കെട്ടുപോകാതെ, ഹല്ലേലൂയ, ആ വിറകിനെ അതിലെ തീയെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ആ ശുശ്രൂഷ അവർ നിർവഹിച്ചു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിലെ പുരോഹിതന്മാരാകുന്നു എന്നാണ് പുതിയ നിയമസഭയെ കുറിച്ച് പറയുന്നത്. നമ്മളെല്ലാവരും ദൈവത്തിന്റെ ആലയത്തിലെ പുരോഹിതന്മാരാകുന്നുവെന്ന് യോഹന്നാൻ നമുക്ക് എഴുതി തന്ന വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയും. അല്ലേ? അപ്പം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായി ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ എന്നാ പറയുന്നത്. അപ്പൊ നമ്മളെന്താ രാജ്യവും പുരോഹിതവർഗമാക്കി വെച്ചിരിക്കുക. ഇതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അല്ലേരിയ. അപ്പൊ രാജ്യവും പുരോഹിതന്മാരെന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ ഒരു കുടുംബം മാത്രം പൗരോഹിത്യ ശുശ്രൂഷ നിലനിന്നിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരും രാജ്യവും പുരോഹിതന്മാരുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാജ്യം എന്നിവിടെ പറയുന്നത് ദൈവത്തിന്റെ പരമാധികാരം നടത്തുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഭൂമിയിൽ സഭ, ഹല്ലേലൂയ, സഭ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു. അച്ചടക്കവും ചിട്ടയുമുള്ള ഒരു രാജ്യമായി, സഭയായി നമ്മുടെ സഭ മുന്നോട്ട് പോകണമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. നാം ദൈവസന്നിധിക്ക് കടന്നു വന്ന് നമുക്ക് ദൈവവിളി കിട്ടിക്കഴിയുമ്പോൾ പുരോഹിത ശുശ്രൂഷയ്ക്കായി പരിശുദ്ധ
പാപത്തിന്റെ വശീകരണത്തിൽ വീട് കിടന്നപ്പോൾ, പാപത്തിന്റെ അധീനതയിൽ കിടന്നപ്പോൾ, ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ കണ്ണുനീരിന്റെ നടുവിലൂടെ നീ കടന്നുപോയ ചില സാഹചര്യങ്ങളുണ്ട്. അല്ലേറിയ അതിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ച് കൊണ്ടുവന്ന് നിന്റെ രാജ്യവും പുരോഹിതവർഗവുമാക്കി ഇവിടെ വെച്ച് നിന്നെ ഈ ഭൂമിയിലാക്കി കഴിഞ്ഞപ്പോൾ, നിന്നിൽ കത്തുവാൻ വേണ്ടി ദൈവം പരിശുദ്ധാത്മാവിന്റെ അഗ്നി തന്നു കഴിഞ്ഞപ്പോൾ, അല്ലേറിയ ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിന്നിൽ ആളി കത്തിക്കൊണ്ടിരിക്കണം. പ്രൈസറോ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിന്നിൽ ആളി കത്തിക്കൊണ്ടിരുന്നാൽ ഈ ലോകത്തിൽ നിന്ന് ഒരു അശുദ്ധി നിന്നിലേക്ക് പ്രവേശിക്കത്തില്ല, ഒരു ബോധവും നിന്നിലേക്ക് വരത്തില്ല. ലേലിയ സ്വതം. ചിലരോടൊക്കെ ചോദിക്കുമ്പോൾ എന്റെ പാസ് ഭയങ്കര മന്ത്രവാദ ശക്തി തകർക്കുന്ന കുടുംബത്തെ, ചില വരത്തുപോക്കുകളുണ്ട്, ദേശത്തിന്റെ പോരുകളുണ്ട് എന്നൊക്കെ പലരും പറഞ്ഞ് വളരെ ഭാരപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സഹോദര സഹോദരി നിന്റെ കുടുംബത്തിനകത്ത് ആഭിചാര മന്ത്രവാദ ശക്തികൾ കയറിക്കൂടുന്നത്? നിന്റെ ഹൃദയത്തിനകത്ത് കയറിക്കൂടും, നിന്നെ ഭയപ്പെടുത്തുന്നത്, നിന്നിലും നിന്റെ മക്കളിലും നിന്റെ കുടുംബത്തിലും അശുദ്ധിയുടെ ആത്മാവ് കയറിക്കൂടുന്നത് എന്തുകൊണ്ടാണ്? ദുരാത്മാക്കൾ നിന്റെ ഭവനത്തെ വിട്ടുമാറാത്തത് എന്തുകൊണ്ടാണ്? ദുർഭൂതങ്ങൾ നിന്നിലും നിന്റെ കുടുംബത്തിലും വസിക്കുന്നതിന്റെ കാരണം എന്താണ്? സകല ജടികമായതും വരത്തുപോക്കുകളും എല്ലാം ദേശത്തിന് ചുറ്റി നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാരണം നിന്റെ ഉള്ളിൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ തീ കെട്ടുപോയി. ഹല്ലേലൂയ. ആത്മാവിന്റെ തീ കെട്ടുകഴിഞ്ഞാൽ നിന്റെ ഉള്ളിലേക്ക് സകല പൈശാചക്തി കടന്നു വരും. അത് നിന്റെ കുടുംബത്തെ തകർക്കും. അതാണ് ഇന്ന് നടക്കുന്ന കുടുംബത്തിലെ അനേക പ്രശ്നങ്ങൾ. ഹല്ലേലൂയ. അന്യാഗ്നി നിങ്ങളുടെ ഉള്ളിൽ കയറിക്കൂടരുത്. ഹല്ലേലൂയ. നീ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാ, നീ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവളാ. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ശലോമോൻ പറഞ്ഞത്, വിറകില്ല ഞാൻ തീ കെട്ടുപോകും. ഹല്ലേലൂയ. യാഗപീഠത്തിന്മേൽ വിറക് വെക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഹല്ലേലൂയ. യാഗപീഠത്തിന്മേൽ വിറക് വെക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളുടെ ഹൃദയമാകുന്ന യാഗപീഠത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അല്ലേ? തീ കത്തിക്കേണ്ടത് കർത്താവിന്റെ കടമയാണ്. യാഗപീഠത്തിന്മേൽ ഹല്ലേലൂയ വിറക് വെക്കേണ്ടത് പുരോഹിതന്മാരുടെ കടമ, അതിനെ കത്തിക്കേണ്ടത് കർത്താവിന്റെ കടമ. പഴയ നിയമ കാലഘട്ടത്തിൽ, പുതിയ നിയമത്തിലും അത് തന്നെ. നിങ്ങളാകുന്ന യാഗപീഠത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളുടെ ഹൃദയമാകുന്ന യാഗപീഠത്തെ, നിങ്ങളാകുന്ന യാഗപീഠത്തെ നിങ്ങൾ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുമ്പോൾ ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ നിങ്ങളിൽ പകർന്നുകൊണ്ടിരിക്കും, നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമുക്ക് ഭയങ്കര ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാ, ജീവിത വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ, ജീവിത വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുടുംബത്തിന്റെ തകർച്ചകളും തളർച്ചകളും മാറും. നിന്റെ കുടുംബത്തോട് വ്യാപരിക്കുന്ന സകല സാത്താന ശക്തിയും നിന്റെ കുടുംബത്തെ വിട്ടുപോകും. ഹല്ലേലൂയ. നീ വിശുദ്ധിയോടെ നിൽക്കുന്നെങ്കിൽ. ഹല്ലേലൂയ. അപ്പം പുരോഹിതന്മാരായ നമ്മുടെ ആത്മാവ് എപ്പോഴും ഉണർന്നിരിക്കണം. പഴയ നിയമത്തിൽ ഹല്ലേലൂയ രാവിലെയും പകലും വിറക് അടുക്കി വെച്ച് തീ കത്തിച്ച് കെട്ടുപോകാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന പുരോഹിതന്മാർ ഉറങ്ങാതിരുന്നത് പോലെ, ഹല്ലേലൂയ, ഈ കാലഘട്ടത്തിലും പുരോഹിതന്മാരായിരിക്കുന്ന നിങ്ങളുടെ എന്റെ ആത്മാവ് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം, ഉണർന്നുകൊണ്ടിരിക്കണം. എപ്പോഴും നമ്മൾ ഉണർന്നിരിക്കണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ഈ പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്ക് നമ്മൾ ആളിക്കത്താൻ കഴിയുള്ളൂ. അതിന് പ്രാർത്ഥനാ ജീവിതം ആവശ്യമാണ്, ആരാധന ജീവിതം ആവശ്യമാണ്, വിശുദ്ധന്മാരോടൊപ്പം ദൈവമക്കളോടൊപ്പമുള്ള കൂട്ടായ്മ ആവശ്യമാണ്. ജീവിത വിശുദ്ധിയിൽ നിന്ന് നിൽക്കുവാൻ തയ്യാറാകാം. കർത്താവിന്റെ മധ്യാകാശ വരവേറ്റവും ആസന്നമായിരിക്കുന്ന കാലഘട്ടത്തിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യമായ പർദീസ നഷ്ടപ്പെടുത്തി കളയാതെ രക്തം ചെയ്യും. ആ നിത്യമായ പർദീസ, സ്വർഗീയ പർദീസയിൽ നിങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നീ മരിച്ചാൽ, ഇന്ന് കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വന്നാൽ നിനക്ക് നിത്യതയിൽ ചെല്ലുവാൻ കഴിയുമോ? അതോ നീ പാതാളത്തിൽ നിന്ന് കയറി വരുന്നവനെ സ്വീകരിക്കുവാൻ പൂക്കളുമായി നിൽക്കുകയാണോ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാ, മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം.
നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിക്കണം. ലോകം ചെയ്യുന്നത് പോലെ നീ ചെയ്യാൻ ശ്രമിക്കരുത്. ലോകക്കാര് പോകുന്നത് നീ പോകരുത്. ലോകത്തിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനല്ല ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. ലോക ഇമ്പങ്ങളിലേക്ക് പോകുവാനല്ല ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. ലോകത്തിന്റെ ആശുപത്രിയിലേക്ക് പോകുവാനല്ല ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. നിനക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ തന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. മാനകുലം മുഴുവൻ പാപത്തിൽ വീണ് കിടന്നപ്പോൾ, മാനകുലം മുഴുവൻ പാപത്തിൽ നശിച്ചു കിടന്നപ്പോൾ, സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ അന്യാഗ്നി കയറി കുടുംബങ്ങൾ മുഴുവൻ നശിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഭൂതമാത പ്രേത പിശാചുകളിലെ കുടുംബത്തെ തകർത്തുകൊണ്ട് തലമുറയെ തകർത്തു കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അവസാന തുള്ളി രക്തം വരെ നമുക്ക് കാൽവറി കുരിശിൽ തന്ന് എന്നേക്കുമായ ഒരു മഹാബലിയായി തീർന്ന ഒരു പരമയാഗമായി തീർന്നത് യേശു ക്രിസ്തുവാ കേട്ടോ. അല്ലേരി. അപ്പം മാനകുലത്തിന് വേണ്ടി മഹാബലിയായി തീർന്നവൻ യേശുവാ. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സകലർക്കും വേണ്ടി സകല ജനത്തിന്റെയും പാപത്തിന് വിടിവിക്കുവാൻ നമുക്ക് വേണ്ടി ഒരു ബലിയായി മാറി യേശു. ഒരു മഹാബലിയായി മാറി. അത് യേശു ക്രിസ്തുവിന്റെ യാഗമാണ്, അല്ലെ ക്രൂശിലെ മരണമാണ്. അല്ലേ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ യാഗം, യേശു ക്രിസ്തുവിന്റെ മരണം, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മഹാബലിയായി തന്റെ ജീവനെ അർപ്പിച്ചു കൊടുത്തത് നമ്മെ വീണ്ടെടുത്ത് നമുക്ക് ആ നിത്യമായ രാജ്യം തരാൻ വേണ്ടിയിട്ടാണ്. പ്രൈസലോ. അല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ പാതാളത്തിൽ കയറി വീഴുന്നവൻ നമ്മെ കണ്ട് മടങ്ങിപ്പോകുമ്പോൾ കുടുംബത്തിനകത്ത് അരാജകത്വവും കണ്ണുനീരും മദ്യപാനവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് പോലെയല്ല. പ്രൈസലോ. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് നീ ദൈവത്തെ അനുസരിക്കണം. പ്രൈസലോ. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ദൈവത്തെ അനുസരിക്കുന്നില്ല എങ്കിൽ നിന്റെ ഹൃദയമാകുന്ന യാഗപീഠത്തിനകത്ത് അന്യാഗ്നിക്ക് നീ അവസരം വിട്ടുകൊടുത്താൽ പിന്നെ നിന്റെ കുടുംബത്തെ നയിക്കുന്നത് സാത്താനായിരിക്കും. പ്രൈസലോ. ദിവ്യാഗ്നി, കർത്താവ് കത്തിച്ച ദിവ്യാഗ്നിയെ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിന്നിൽ കെട്ടുപോകരുത്. പ്രൈസലോ. ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്ന വിറക് എന്നാൽ ഏതിനെ കുറിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി. വിറക് കണ്ടുക്കണമല്ലോ. അപ്പം വിറക് എന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവ് യിരെമ്യാവിന്റെ അടുക്കൽ, ഹല്ലേലൂയ, ഇങ്ങനെ പറഞ്ഞു, ഇതാ ഞാൻ നിന്റെ വായിൽ എന്റെ വചനങ്ങളെ തീയും എന്റെ ജനത്തെ വിറകും ആക്കുവന്നു. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ കർത്താവ് പറയണം, ഞാൻ എന്റെ വചനത്തെ നിന്റെ വായിൽ തീയും ജനത്തെ വിറകുമാക്കുമെന്ന്. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതി വെച്ച്, അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് ഇതാ ഞാൻ നിന്റെ വായിൽ എന്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറകുമാക്കും. ഹല്ലേലൂയ. അവർ അതിനിരയായി തീരുമെന്ന്. പ്രൈസലോ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നേ. അപ്പൊ ജനങ്ങളാകുന്ന വിറക്, ജനങ്ങളാകുന്ന വിറക്, ജനങ്ങൾക്കുള്ളിൽ തീ കത്തിക്കുവാൻ വേണ്ട ദൈവവചനങ്ങളെ കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ആവശ്യം ആ ഭാഗം പറഞ്ഞു. ജനങ്ങളാകുന്ന വിറക്, ജനങ്ങൾക്കുള്ളിൽ തീ കത്തിക്കുവാൻ വേണ്ട ദൈവവചനത്തെ കുറിച്ച് നീ പ്രസംഗിക്കുമ്പോഴാണ്, വചനം നിന്റെ നാവിൽ തീയായി വരുമ്പോഴാണ് ആമേൻ വിറകായ ജനം ആത്മാവിൽ കത്തുന്നത്. ഹല്ലേലൂയ. ഇതാണ് പ്രവാചകൻ അവിടെ പറഞ്ഞതിന്റെ കാര്യം. അപ്പം ദൈവവചനം പ്രസംഗിക്കുക. ദൈവവചനം ആത്മാവും ജീവനുമായി നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം ആത്മാവും ജീവനുമായി നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അതിനെക്കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 63-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ ജീവിപ്പിക്കുന്നത് ആത്മാവും, ഹല്ലേലൂയ, ജീവനുമായിരിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. അപ്പൊ ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം നിന്റെ ഉള്ളിൽ നിറയണം. വചനത്താൽ നിറയപ്പെട്ടുകൊണ്ട് നിന്റെ ആത്മാവിൽ നീ കർത്താവിന് വേണ്ടി ഉണർന്ന് ശോഭിക്കണം. ഹല്ലേലൂയ.
അപ്പം അത് അവരിൽ അല്ലെങ്കിൽ തീ കത്തിക്കും വചനം, ജനത്തിൽ തീ കത്തിക്കും. പത്രോസ് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു എന്ന ഹല്ലേലൂയ സ്തോത്രം നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം ഹല്ലേലൂയ 44-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ. ഹല്ലേലൂയ. കണ്ടോ, അപ്പം വിറക് ആയിരുന്ന ജനത്തിന്റെ ഉള്ളിലേക്ക് പത്രോസ് ദൈവവചനം പ്രസംഗിച്ചപ്പോൾ ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം ആ ജനത്തിന്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവരെല്ലാം പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാൽ, ദിവ്യാഗ്നിയാൽ നിറയപ്പെട്ടു. അവരെല്ലാം അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയെന്ന്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നേഹിതാ, നിന്റെ യാഗപീഠത്തിന്മേൽ, നീ ആകുന്ന യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോയോ? അതോ തീ ഉണ്ടോ? എന്നെ കേൾക്കുന്ന മാതാവ്, എത്ര കാലമായി ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിന്റെ ഹൃദയമാകുന്ന യാഗപീഠത്തിൽ, നീ ആകുന്ന യാഗപീഠത്തിന്റെ ഭവനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അഥവാ ദിവ്യാഗ്നി നഷ്ടപ്പെട്ടു പോകാതെ നിന്റെ ജീവിതത്തിലും കുടുംബത്തിലും നിന്റെ സംസാരത്തിലും നോട്ടത്തിലും നിന്റെ കേൾവിയിലും നിന്റെ പ്രവൃത്തിയിലും പ്രയത്നത്തിലും ഒക്കെ നിന്നിലും നിന്റെ ഭർത്താവിലും നിന്റെ മാതാവിലും പിതാവിലും നിന്റെ മക്കളിലും നിന്റെ മരുമക്കളിലും അമ്മാവിയമ്മയിലും ഒക്കെ ഈ പരിശുദ്ധാത്മാവാകുന്ന ദിവ്യാഗ്നി കത്തിയാൽ ഹല്ലേലൂയ, നിന്റെ കുടുംബം സ്വർഗമായി മാറും. പ്രൈസ് ദി ലോർഡ്. അമ്മായിയമ്മ മരുമകൾ, അപ്പനും മക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കളെല്ലാം കലഹിക്കുന്നു. പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവിന്റെ അഗ്നി കുടുംബത്തിന് ഇല്ലാത്തത് കൊണ്ട്. ദിവ്യാഗ്നിയാൽ നിറയപ്പെട്ട അനുഭവം നിനക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദുർഭൂത ശക്തികൾ നിന്റെ കുടുംബത്തെ അടക്കി വാഴാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുക്കത്തോടു കൂടി നിൽക്കണം. ഹല്ലേലൂയ. അപ്പം പത്രോസ് ദൈവവചനം പ്രസംഗിച്ചപ്പോൾ എന്ത് ചെയ്തു? ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം ജാതികളുടെ മേൽ വെളിപ്പെട്ടു. ആ വചനം അവിടെ ഹൃദയത്തിൽ സ്പർശിച്ചു. അങ്ങനെ ജാതികളും എന്ത് ചെയ്തു? കർത്താവിന് വേണ്ടി ആളിക്കത്തി. അതാണ് അപ്പോസ്തല പ്രവർത്തനം വായിച്ച 10-ാം അധ്യായം. ഹല്ലേലൂയ. കർത്താവ് മുഖപക്ഷം കൂടാതെ ആത്മാവിനെ പകരുന്നവനാ. മുഖപക്ഷം കൂടാതെ ദൈവം നമ്മെ ആത്മാവിൽ നിറയ്ക്കുന്നവനാ. നമ്മുടെ കർത്താവിന് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കൊടില് തൊട്ട് കൊട്ടാരം വരെ പാർക്കുന്ന വലിയവരെയും ചെറിയവരെയും, അത് ഏത് രാജ്യക്കാരനായിരുന്നാലും ഏത് രാഷ്ട്രത്തിലുള്ളവനായിരുന്നാലും, അത് സൗന്ദര്യമുള്ളവനായിരുന്നാലും സൗന്ദര്യം ഇല്ലാത്തവനായിരുന്നാലും ദൈവത്തിനെല്ലാവരും ഒരുപോലെ. ദൈവത്തിന് ആരോടും മുഖപക്ഷം കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സകലരുടെ മേലും ആമേൻ ദൈവം ഈ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ അയച്ചുകൊണ്ടിരിക്കുന്നത്. രക്തം ചെയ്യും. ഉടനെ കേൾക്കുന്ന മാതാവിന്റെ ഈ ആത്മാവിന്റെ ശക്തി നീ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനെ ഉണർന്ന് പ്രവർത്തിച്ച് നിന്റെ കുടുംബം ശാപത്തിൽ നിന്ന് പുറത്തു വരട്ടെ. നീ ശാപം മുറിക്കാൻ വേണ്ടി, ശാപത്തെ നീക്കാൻ വേണ്ടി നീ ഉലകം ചുറ്റി നടക്കണ്ട, ലോകം മുഴുവൻ നീ സഞ്ചരിക്കേണ്ട, മലകൾ കയറങ്ങണ്ട, തീർത്ഥാടനങ്ങളൊന്നും ചെയ്യേണ്ട, പുണ്യ സ്ഥലങ്ങളിലൊന്നും നീ പോകണ്ട. ഹല്ലേലൂയ. നിന്റെ ശാപങ്ങൾ മാറാൻ വേണ്ടി പ്രത്യേകമായിട്ടൊന്നും ചെയ്യണ്ട. നിന്റെ കുടുംബത്തിന്റെ, നിന്റെ ജീവിതത്തിന്റെ ശാപം മാറാൻ വേണ്ടിയിട്ട് നീ ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെട്ടു കൊടുത്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന അഗ്നി നിന്റെ ഉള്ളിൽ കത്തുമ്പോൾ നിന്നിലും നിന്റെ കുടുംബത്തിലുള്ള ശാപങ്ങൾ മാറിപ്പോകും. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തുന്നതിന് പകരം ഇത് മാറ്റാൻ വേണ്ടി നടക്കുക. എവിടെ മാറാൻ? നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടു വരാതെ നിങ്ങൾക്ക് രക്ഷയില്ല. പ്രിയ സഹോദരി. ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്തതിനു ശേഷം എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരോട് കൂടെ അവനും നടന്നു. അവർ പരസ്പരം നോക്കി. അവൻ വഴിയിൽ വെച്ച് നമ്മോട് സംസാരിച്ച തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ സംസാരിച്ചുവെന്ന് ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 32-ാം വാക്യത്തിലേക്ക് കണ്ടത്. അതേ സ്നേഹിത, എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരോട് ദൈവം സംസാരിച്ചപ്പോൾ, യേശു സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരുന്ന പോലെ, വചനം കേട്ടവരുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരുന്ന പോലെ നിങ്ങൾ തീർച്ചയായും ദൈവവചനങ്ങളാൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ,
ദൈവവചനത്തിൽ നിങ്ങളെ വിധേയപ്പെടുത്തിക്കൊള്ളുമ്പോൾ, നിങ്ങൾ വിശുദ്ധി നിൽക്കുമ്പോൾ, കർത്താവ് യേശു ക്രിസ്തു നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, ആ എംബോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഉള്ളിൽ തീ കത്തിയതുപോലെ അവരുടെ ഉള്ളിൽ ആമെ കത്തിക്കൊണ്ടിരുന്നു. നിങ്ങളുടെ ഉള്ളിൽ ദൈവം പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തിക്കും. പ്രൈസലോ. അതിനായിട്ട് കർത്താവ് ആഗ്രഹിക്കുക. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവേ, ഇന്നും നാളെയൊക്കെ നീ പാപത്തിൽ വീണു പോകരുത്. ഇന്നും നാളെയൊക്കെ നീ പാപ ജീവിതത്തിൽ വീണു പോകരുത്. ലോകമോഹങ്ങളിലേക്ക് നീ പോകരുത്. മധ്യാകാശത്തിൽ നിന്നെ ചേർക്കും വരുന്ന യേശു ക്രിസ്തുവിന് വേണ്ടി നീ വിശുദ്ധ ജീവിതം നയിക്കണം. നിനക്ക് നീ നിന്റെ കുടുംബവും നിന്റെ മക്കളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. ഹല്ലേലൂയ. ചിലരുടെ മക്കളുടെ താല്പര്യമില്ലേ ബസ്? ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ നോക്കണ്ടേ? അതെ, നീ മക്കളെയൊക്കെ നോക്കി ലോകപ്രകാരം നീ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ നീ നിന്റെ മക്കളും നിത്യ നരകത്തിലേക്ക് പോകും. പ്രൈസലോ. വിശുദ്ധിയിൽ ജീവിക്കാത്ത ആത്മാവും വചനവുമായിരിക്കുന്ന, ആത്മാവും ജീവനുമായിരിക്കുന്ന, വചനത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിലൂടെ ജീവിതം നയിക്കാത്ത, പരിശുദ്ധാത്മാവെന്ന അഗ്നിയാൽ നിറഞ്ഞു നിൽക്കാത്ത ഒരുവനും സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. ഒരു ക്രൈസ്തവനും പോകാൻ കഴിയത്തില്ല. പ്രൈസലോ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വ്രതം വാക്കുകൾ സംസാരിച്ച് തമാശ പറഞ്ഞ് പൂർണ്ണമായി നിങ്ങളുടെ സമയം ചെലവഴിച്ചു കളയാതെ, ചിലർ വെറും വ്യർത്ഥമായ വാക്കുകൾ പറഞ്ഞ്, തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച്, ഹല്ലേലൂയ, മറ്റുള്ളവരെ പരിഹസിച്ച് കളിയാക്കി അവന്റെ കുറ്റം കണ്ടുപിടിച്ച്, അവന്റെ കുറവുകൾ കണ്ടുപിടിച്ച്, അവനെ ചവിട്ടി മെതിച്ച് ചിലരൊക്കെ സന്തോഷിക്കുന്നത് കാണത്തില്ലേ? ഹല്ലേലൂയ. നിങ്ങളത് പൂർണ്ണമായി നിർത്തണം. മറ്റുള്ളവന്റെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അവനെ പരിഹസിച്ച് പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരവും ഒക്കെ പറഞ്ഞ്, തമാശ വാക്കുകളും ഒക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് നിന്റെ സമയത്തെ നീ നഷ്ടപ്പെടുത്തി കളയാതെ, നീ കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്ത പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിറയപ്പെട്ട് കർത്താവിന് വേണ്ടി ഉണർന്ന് കത്തണമെന്നാണ് ഞാൻ പറഞ്ഞേ. അല്ലാതെ ഇവിടെ പൊട്ടിച്ചിരിക്കാനല്ല നിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത്. ടിവിയുടെ മുമ്പിൽ പോയിരുന്ന സകല കോമാളി വേഷവും കണ്ട്, ടിവിയുടെ മുമ്പിൽ പോയിരുന്ന മൊബൈൽ ഓണാക്കി വെച്ചിട്ട് സകല കോമാളി വേഷവും, സകല വെറുകൂത്തുകളും, സകല കോമഡികളും, സകല റിയാലിറ്റി ഷോയും, സകല സിനിമ എന്ന് പറയുന്ന സകല ആശുദ്ധിയും, നിന്റെ കണ്ണുകൾക്ക് ഇമ്പം തരുന്ന ഭൂമിയിലെ സകല ആശുദ്ധിയെ നീ വിട്ടിട്ട് മടങ്ങി വരണം. അത് കണ്ട് നീ പൊട്ടിച്ചിരിക്കാൻ പോയാൽ നിന്റെ കാര്യം കട്ടപ്പോക, നിന്റെ കാര്യം നരകം തന്നെ. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ ദൈവം തന്റെ മണവാട്ടി സഭയെ ചേർക്കാൻ വരുമ്പോൾ, ആത്മാവും ജീവനുമായിരിക്കുന്ന വചനത്താൽ വീണ്ടെടുക്കപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ കത്തിക്കൊണ്ടിരിക്കുന്നവന് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. അല്ലാത്തവർക്കൊന്നും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ജീവിത വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. അപ്പൊ നിങ്ങൾ സകല അശുദ്ധിയുമുണ്ട്. എപ്പോഴും കർത്താവിന്റെ വചനം മാത്രം നിങ്ങൾ സംസാരിക്കണം. വാഗ്ദത്തങ്ങൾ മാത്രം നിങ്ങൾ പറയണം. എപ്പോഴും നിങ്ങൾ കർത്താവിന്റെ വചനം സംസാരിക്കണം. എപ്പോഴും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തീ കത്തിക്കൊണ്ടിരിക്കും. ആകയാൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നവർ ജനങ്ങൾക്ക് ദൈവവചനം പ്രസംഗിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പുരോഹിതന്മാരുണ്ടല്ലോ, അവർ ജനത്തിന് വേണ്ടുന്ന വചനം പ്രസംഗിക്കണം. ഹല്ലേലൂയ. സമാഗമന കൂടാരത്തിൽ യാഗപീഠത്തിലെ ശുശ്രൂഷയ്ക്ക് വരുന്ന പുരോഹിതന്മാർ രാത്രിയും പകലും തീ കെട്ടുപോകാതെ വിറകടുക്കി കൊടുത്തതുപോലെ, തീ അണഞ്ഞു പോകാതെ ഹല്ലേലൂയ ഇരുന്നതുപോലെ, ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി രാജകീയ പുരോഹിതവർഗമായി വിളിച്ചു വേർതിരിച്ച ദൈവജനം എപ്പോഴും ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കണം. അതാണ് ജനത്തെ രൂപാന്തരം. അതാണ് പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000-ഓളം ജനം മാനസാന്തരപ്പെടാൻ കാരണമായത്. എന്നെ കേൾക്കുന്ന മാതാപിതാ, അതുകൊണ്ടാണ് ഈ ലോകത്തിന്റെ അശുദ്ധമായി നീ പറയാൻ നിന്റെ നാവുകൾ അതിന് വിട്ടുകൊടുക്കരുത്. അസഭ്യം പറയുവാൻ, ചീത്ത വിളിക്കുവാൻ, അപവാദം പറയുവാൻ നിന്റെ നാവിനെ നീ കൊടുക്കരുത്. അപവാദം പറയുന്ന, ചീത്ത പറയുന്ന, അസഭ്യം പറയുന്നത് നിന്റെ നാവുകൾ കൊണ്ട് ജയിപ്പിക്കുന്ന പിശാചാണ്. കാരണം അവൻ സകല അശുദ്ധി നിറഞ്ഞവനാ. അതുകൊണ്ട് നിന്റെ ജീവിതം ശുദ്ധീകരിക്കണം കേട്ടോ. ജീവിതം ക്രമീകരിക്കണം. ഹല്ലേലൂയ. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി മാറണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എല്ലാവരും പറയട്ടെ, നിങ്ങളെല്ലാവരും കർത്താവിന്റെ ശുശ്രൂഷകന്മാരായി രാജ്യവും രാജകീയ പുരോഹിതവർഗമായി മാറണം.
അല്ലെങ്കിൽ നിന്റെ ഉള്ളിൽ നിനിയാകുന്ന യാഗപീഠത്തിന് തീ കത്തിക്കൊണ്ടിരിക്കണം, പരിശുദ്ധാത്മാവിന്റെ തീ കത്തിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് തിമോഥെയോസിന്റെ ലേഖനം 2 തിമോഥെയോസിന്റെ ലേഖനം 1:6 വായിക്കും കാണുന്നുണ്ട്. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുമെന്ന് തിമോഥെയോസിനോട് നമുക്ക് പറയുന്നത് കാണാൻ കഴിയും. പൗലോസ് അതെന്തിനുള്ള കൃപാവരം നീ ജ്വലിപ്പിക്കണം. പ്രൈസലോ. ഞാൻ വായിച്ച വചനത്തിലേക്ക് ഒന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. ലേവ്യ പുസ്തകം 12 ഹല്ലേലൂയ. യാഗപീഠത്തിനെ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതന്മാർ ഉഷസത്തോറും അതിമേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിമീതെ സമാധാന യാഗങ്ങളുടെ മേധസ് ദഹിപ്പിക്കണം. അതെ, പഴയ നിയമത്തിൽ പുരോഹിതന്മാർക്ക് രാവും പകലും ഉറങ്ങുവാൻ സമയമില്ലാതെ അവർ തീ കെട്ടുപോകാതെ വിറകടുക്കിക്കൊണ്ട് അവരുടെ കണ്ണ് മാറ്റാതെ അത് ശ്രദ്ധിച്ചതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, പുതിയ നിയമസഭയിൽ ഹല്ലേലൂയ നിന്നെ ദൈവം രാജ്യവും പുരോഹിതവർഗമാക്കി പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിന്നിൽ കത്തിച്ചത് കൊണ്ട് നിന്നിലുള്ള അഗ്നി കെട്ടുപോകാതെ നീ കർത്താവിന് വേണ്ടി അന്ത്യത്തോളം നിൽക്കണം. കണ്ണുകളടച്ചാട്ട് ആർക്കെങ്കിലും എന്നെ കഴിയാതെ ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾപ്പെട്ട് ബന്ധനങ്ങളാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന് തീരുമാനമെടുക്കുക. കർത്താവേ, എന്റെ ഉള്ളിലേക്ക് എന്നെ അഗ്നി കടന്നു വരാതെ ആ പരിശുദ്ധാത്മാവിന്റെ ദിവ്യാഗ്നി കത്തിച്ചുകൊണ്ടാണ് കർത്താവിന്റെ ഉണർന്നിരിക്കുവാൻ ഞാനും എന്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു. എന്റെ കുടുംബത്തെ വ്യാപരിക്കുന്ന സകല പാപ, ശാപ, രോഗ, ബന്ധനങ്ങളും എല്ലാ ദുർഭൂത ശക്തികളും എന്റെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകുവാൻ മാറിപ്പോകണ്ടായി ഞങ്ങളെ പൂർണ്ണമായി അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുന്നവർ എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ട് വലിയൊരു ചെറിയുടെ എല്ലാം ഓർക്കുന്നു. കേരളത്തിൽ 800 കോടി ജനത്തെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണം, മേധാവി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്നവരെ, കരസേന, വ്യോമസേന, നാവികസേനാധികാരികൾ, അതിർത്തികൾ കാക്കുന്ന ക്രമസമാധാന പാലയ രഹസ്യ നിയമനിർമ്മാണം രംഗത്തായിരിക്കുന്നവരെ അല്ലെങ്കിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കരയിൽ കടലും ആകാശമാർഗം വാഹനം യാത്ര ചെയ്യുന്നവർ, സെയിൽസ് ചെയ്യുന്നവർക്കായി കടലോരവാസ തീരദേശ മത്സ്യബന്ധനം കടന്നു പോയിരിക്കുന്നവരെ, ചെറുതും എല്ലാ കമ്പനികളും ഫാക്ടറികളും ഖനികളും ജോലി ചെയ്യുന്നവർ, വലിയ ചെറുതും വ്യാപാരികളും വ്യവസായികളും വഴിയോര കച്ചവടക്കാരെ, സഹകരണമേലും പുതുമേലാരോഗ്യമേലും വിദ്യാഭ്യാസ സാമ്പത്തിക മേഖല, ആമി കർത്താവ് എല്ലാ ബാങ്കിൻ മേഖലയിലായിരിക്കുന്നവരെ, കർത്താവ് ഭരണദേശമാറ്റ മത സാമൂഹിക സാംസ്കാരിക സംഘടന ചരിത്രം ആദ്യ മീഡിയ രംഗത്തിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന ദേശരാജ്യങ്ങൾ ജോലിക്കായി കടന്നു പോയിരിക്കുന്ന കർഷക സഹിക്കുക വേദന വിസാഷ്ടപ്പെട്ടവർ, ആമി മദ്യത്തിനും മയക്കും പാൻസലേഖനമാർ അടിപ്പെട്ട് കിടന്നു തീവ്രവാദ ഭീകര ഭരണം അവർക്കെതിരെ അകപ്പെട്ട് കിടക്കുന്നവർ, ആമി കർഷക മെക്കാനിക് മോട്ടോർ രംഗത്ത് ആയിരിക്കുന്നവർ, ആമി യൂണിയൻ രംഗത്തായിരിക്കുന്ന സകല ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സിനെ ശൈശവത്തിൽ ബാല്യ കൗമാരി യുവനത്തിന് വാർത്തത്തിൽ അശന യാചകർ, ഓർഫനേജ്, ഓട്ടം, യുവ തടവറയായിരിക്കുന്നു, വിവിധ രോഗത്തടിമകളായിരിക്കുന്നവർ, വിവിധ ഭാരങ്ങളാൽ, വ്യാധികളാൽ, ഭാവി ശാപങ്ങളാൽ, പാപങ്ങളാൽ, ദുരാത്മാവിന്റെ ശക്തിയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അടിമകളായിരിക്കുന്ന ജനത്തിന് ഇന്ന് പകൽ കർത്താവ് കൂടുതൽ കൊടുത്ത മോചനം കൊടുത്ത പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയെ, ആ ദിവ്യാഗ്നിയെ അവർ കത്തിച്ച കുടുംബം, സകല കുടുംബങ്ങൾ ഇന്ന് പകൽ ദൈവിക അനുഗ്രഹത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.